എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി തുടങ്ങിയ ഗ്യാസ്ട്രോ പ്രൊസീജിയറിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മുടെ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അന്നനാളം, ആമാശയം, ചെറുകുടലിന്റെ തുടക്കഭാഗം തുടങ്ങിയ ഭാഗങ്ങളിലെ അസുഖങ്ങൾ, ഇന്റേണലായിട്ടുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതേപോലെ കൊളോണോസ്കോപ്പി ചെറുകുടലിന്റെ വൻകുടലിനോട് ചേരുന്ന ഭാഗം, ഇവയിലുണ്ടാകുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ നേരത്തെ ഉള്ളതിലും കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യാറുണ്ട്. നേരത്തെ നമ്മൾ ഗ്യാസിന് അനാവശ്യമായിട്ട് മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ വയറിൽ നിന്ന് ബ്ലീഡിങ് പോവുകയാണെങ്കിലും അത് കെയർ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ നേരത്തെ ഒരുപാട് കാലം ചികിത്സിക്കാതിരിക്കുന്ന പല രോഗികളും ഇപ്പോൾ വളരെ ഏർലി ആയിട്ട് വന്നിട്ട് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ചെയ്ത് നോക്കാറുണ്ട്. അതുവഴി നമുക്ക് പലപ്പോഴും ഒരു അസുഖത്തിൻ്റെ വളരെ ആരംഭ ദശയിലുള്ള ചേഞ്ചസ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പോളിപ്സ് എന്ന് പറയുന്നത്. അതായത് ഈ കുടലിനകത്തുണ്ടാകുന്ന ദശയുടെ വളർച്ച. ദശകൾ പലതരത്തിലുണ്ടാകാം. അത് നമ്മുടെ ആമാശയത്തിലുണ്ടാകാം, വൻകുടലിലുണ്ടാകാം, കുടലിൻ്റെ പല ഭാഗങ്ങളിലും ഈ ദശയുടെ വളർച്ചകൾ ഉണ്ടാകാം. ഈ ദശ രണ്ട് തരത്തിലുള്ള ദശകൾ കാണാറുണ്ട്. ഒന്ന് കുടലിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന, പരന്ന് കിടക്കുന്ന രീതിയിലുള്ള ദശകളും, ചിലത് ഒരു ചെറിയ തണ്ട് സ്റ്റോക്ക് പോലെ വന്നതിന് ശേഷം അതിന് മുകളിൽ കുമ്പളയായിട്ട് പോലെ ഒരു പൂ പോലെ വിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ള തണ്ടോടുകൂടിയ പെഡങ്കുലേറ്റഡ് ആയിട്ടുള്ള പോളിപ്സും നമ്മൾ കാണാറുണ്ട്. ഈ പെഡങ്കുലേറ്റഡ് പോളിപ്സ് നമുക്ക് സാധാരണ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ വഴി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പിക് പ്രൊസീജിയർ വഴി എടുത്തു കളയാൻ വളരെ ഈസിയാണ്. ചെറിയൊരു വയറ് പോലെ സ്നെയർ ഇട്ടതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് കളയാവുന്നതാണ്. എന്നാൽ ഈ പരന്ന് കിടക്കുന്ന ദശകൾ അത് ചിലപ്പോൾ 1 സെന്റിമീറ്റർ ആകാം, 5 സെന്റിമീറ്റർ വരെ വലുപ്പമുള്ളതായിരിക്കാം, ചിലത് 7 to 8 സെന്റിമീറ്റർ വരെ വലുതായിരിക്കാം. അപ്പോൾ കുടലിന്റെ ഭിത്തിയിൽ പരന്ന് കിടക്കുന്നതായിട്ടുള്ള ഇവ റിമൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് സാധാരണ ഒരു പോളിപെക്ടമി പ്രൊസീജിയർ വഴി. അപ്പോൾ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി സർജറി ചെയ്യേണ്ട ഒരു ആവശ്യകത പലപ്പോഴും വരാറുണ്ടായിരുന്നത്. കുടലിന്റെ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളൊരു പ്രൊസീജിയറിലോട്ട് പോകേണ്ടി വരാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ വഴി പരന്ന് കിടക്കുന്ന ദശകൾ കുടലിന്റെ ഭിത്തിയിലോട്ട് എത്രമാത്രം ആഴത്തിലാണ് പോയിരിക്കുന്നത്, അത് നമുക്ക് എൻഡോസ്കോപ്പിക്കലി തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണോ എന്നുള്ളത്, എത്രമാത്രം ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അത് വരുന്നത്, പ്രീ ക്യാൻസറസ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണോ ഉള്ളതെന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന എൻഡോസ്കോപ്പിക് ടെക്നിക്ക് വഴിയും, ആവശ്യമുണ്ടെങ്കിൽ ബയോപ്സി എടുത്തും, വേണമെങ്കിൽ CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ സ്കാനുകൾ വഴി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം അവർക്ക് വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വഴി നമുക്ക് ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക് ആണ് എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ എന്ന് പറയുന്നത്. ജാപ്പനീസ് ഡോക്ടേഴ്സാണ് ഇത് കൂടുതലായിട്ടും വളരെയധികം പ്രചാരം കൊടുത്തിട്ടുള്ളത്. ഒരു വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് ഇതുപോലെ പരന്ന് കിടക്കുന്നതും വലുതായതുമായിട്ടുള്ള ലീഷൻസിനെ ആ കുടലിൻ്റെ ഭിത്തിയിൽ നിന്ന് എടുത്തു കളയാവുന്നതാണ്.